അതിശക്തമായ മഴ തുടരുന്നു എന്ന അവസ്ഥയാണ് ഉള്ളത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ചേരുക. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് വന്നിട്ടുള്ളത്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഷീജയിലേക്കാണ് പോകാൻ നോക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഷീജ നമ്മൾക്കൊപ്പം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. രാവിലെ ഇന്ന് നിയമസഭയുള്ള ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു തിരക്കുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട പൊതുവായ ഒരു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാം ഒന്ന് ആദ്യം. തീർച്ചയായും ശരത്ത്, ഏതായാലും മഴയ്ക്ക് ശമനമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ന് പുലർച്ചെ വരെയും ശക്തമായിട്ടുള്ള മഴ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈവിന് നിൽക്കുന്നതിന് മുൻപ് വരെയും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു അല്പസമയമായിട്ടേ ഉള്ളൂ മഴയ്ക്ക് ശമനമായിട്ട്. ഏതായാലും ഇന്നത്തെ ഈ അലർട്ടുകൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ അലർട്ടുകളിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നീട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അലർട്ടുകൾക്കപ്പുറത്തേക്ക് മഴ, അലർട്ടുകളില്ലാത്ത ജില്ലകളിൽ പോലും മഴ ശക്തിയായി മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം മാത്രമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ അലർട്ടിൻ്റെ കാര്യമാണ്. പക്ഷേ രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ പലയിടങ്ങളിൽ ലഭിച്ചു. മലയോര മേഖലയിൽ ലഭിച്ചു, തീരമേഖലയിൽ ലഭിച്ചു, നഗരപ്രദേശത്ത് ലഭിച്ചു. ആ രീതിയിലാണ് മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അലർട്ടുകൾ ഇല്ലെങ്കിൽ പോലും പല ജില്ലകളിലും ആ രീതിയിൽ മഴ, ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വരുന്ന ഒരു 3 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ ശക്തമായത് മുതൽ അതിശക്തമായ രീതിയിൽ തന്നെ തുടരും സംസ്ഥാനത്ത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ളൊരു ജാഗ്രത ഇതിൽ പുലർത്തുന്നുണ്ട്. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ജില്ലകളും ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് അതാത് ജില്ലാ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ യോഗം വിളിച്ചിരുന്നല്ലോ ഷീജ, വൈകുന്നേരം വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ദുരന്ത നിവാരണ സംവിധാനം എത്രമാത്രം സജ്ജമാണ് സംസ്ഥാനത്ത്? തീർച്ചയായും എല്ലാ ദിവസങ്ങളിലും കൃത്യമായ രീതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്തെ ഒരു സാഹചര്യം, പൊതുവായിട്ടുള്ളൊരു സാഹചര്യം വിലയിരുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഏതെങ്കിലും ജില്ലകളിൽ അലർട്ടുകൾക്കോ, അതായത് ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ജാഗ്രത പുലർത്തിക്കൊണ്ട് അവിടെ വേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ എല്ലാ ജില്ലകളിലും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് ശരത്ത്. അതുകൊണ്ട് കൃത്യമായിട്ട് സംസ്ഥാനത്തിൻ്റെ ഒരു മേൽനോട്ടം എല്ലാ ജില്ലകളുടെ സാഹചര്യം പ്രത്യേകിച്ചും സർക്കാർ വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം എടുത്തു പറയേണ്ടത് തീരമേഖലയ്ക്കും മലയോര മേഖലയ്ക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്ര, അതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വരുന്ന ഒരു 3 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ നിൽക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അതുകൊണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ ജനങ്ങൾ കൃത്യമായ രീതിയിൽ അത് പാലിക്കാൻ തയ്യാറാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ കൃത്യമായ രീതിയിൽ എല്ലാ ജില്ലകൾക്കും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് ശരത്ത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ പൊതുവായ വിവരങ്ങൾ, അതുപോലെ തന്നെ തിരുവനന്തപുരവും ഈ സമീപ പ്രദേശങ്ങളുടെയും ഒക്കെ ഒരു പൊതു സാഹചര്യം സൂചിപ്പിച്ചത്. നല്ല മഴ, കാര്യമായിട്ട് തന്നെയുള്ള മഴയുണ്ട് എന്നുള്ളതാണ്. ഈ അവസ്ഥ 2-3 ദിവസങ്ങൾ കൂടി തുടരും എന്നതുകൂടിയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്ന മഴക്കെടുതികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്.